വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ്. പവി കെയർടേക്കർ എന്ന സിനിമയാണ് ദിലീപിന്റേതായി പുറത്തെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടൻ നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു. സാധാരണ ദിലീപ് അഭിമുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പലപ്പോഴായി ദിലീപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കവേ വ്യക്തി ജീവിതത്തിൽ തനിക്കുണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് ദിലീപ്. സ്കൂൾ കാലഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ചാണ് ദിലീപ് വെളിപ്പെടുത്തിയത്. ഒപ്പം റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ടയാളാണ് താനെന്നും ദിലീപ് പറഞ്ഞു. എന്റെ ഫസ്റ്റ് ലവ് ഉണ്ടായ ശേഷം ഞാൻ ആ വ്യക്തിയോട് മിണ്ടിയിട്ടേയില്ല, പ്രണയം പറഞ്ഞിട്ടുമില്ല. അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നതാണ്. പിന്നീടാണ് ഞാനത് അറിഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. അന്ന് ആ പെൺകുട്ടിയോട് മിണ്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല. മാത്രമല്ല ഞങ്ങൾ പിന്നീട് ചേർന്നത് 2 കോളേജിലുമായിരുന്നു. പക്ഷെ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു, ചിരിക്കാറുമുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിനിമയിൽ വന്ന ശേഷം ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. അതുപോലെ റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ടയാളാണ് ഞാൻ. മറ്റുള്ളതൊക്കെ ഫസ്റ്റ് ലവ്, ക്രഷ് ഒക്കെ മാത്രമായിരുന്നു. റിയൽ ലവ് ഇപ്പോൾ പെയിനായി പോയിക്കൊണ്ടിരിക്കുന്നു. ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഒപ്പം ഉണ്ടാകും. പിന്നെ അതിൽ നിന്നും കരകയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും. നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ പ്രണയത്തിന് പ്രായമില്ല. എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം. ചിലതിന് പകരമാകാൻ കഴിയില്ല. കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത്. റിയൽ ലവിനെ കുറിച്ചുള്ള ദിലീപിന്റെ വാക്കുകൾ വൈറലായതോടെ കമന്റ് ബോക്സിൽ മഞ്ജു വാര്യർ എന്ന പേരും നിറയാൻ തുടങ്ങി. ദിലീപിന്റെ തെറ്റ് പറ്റിയതായി തോന്നിയിട്ടുണ്ട്. മഞ്ജുവിനെ കുറിച്ചാണല്ലോ ദിലീപ് പറഞ്ഞത്. മഞ്ജുവിനെ മറക്കാൻ ദിലീപിന് ആകില്ല. മഞ്ജു തിരിച്ചു വന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടാകാം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. സല്ലാപത്തിൽ നായകനും നായികയുമായി അഭിനയിച്ച ശേഷം ഇരുവരും പ്രണയത്തിലായത്. ഇരുവരും വിവാഹിതരായ ശേഷം ദിലീപ് മഞ്ജു വാര്യർ ജോഡി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായും മാറി. കുടുംബജീവിതം തുടങ്ങിയ ശേഷം സിനിമ പോലും മഞ്ജു ഉപേക്ഷിച്ചിരുന്നു. 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇരുവർക്കും മീനാക്ഷി എന്നൊരു മകളുണ്ട്. ഇന്ന് MBBS വിദ്യാർത്ഥിനി കൂടിയായ മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസം. ഇവരുടെ വിശേഷങ്ങൾക്ക് എല്ലാ ആരാധകരും ഏറെയാണ്. എല്ലാ വിശേഷങ്ങളും അറിയാമെങ്കിലും ഒരിക്കൽ പോലും ഇവർ വേർപിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല.